കോൺഗ്രസ് നേതാവ് കൂടിയായ അനൂപ് ആർ ചേരുന്നുണ്ട്. ശ്രീ അനൂപ്, ഇപ്പോൾ വരുന്നത് ചർച്ചകൾ തുടരുമെന്നാണ്. നീതി ലഭിക്കണമെന്ന് തലാലിന്റെ സഹോദരൻ പറയുന്നുണ്ട്. അപ്പൊ വധശിക്ഷ റദ്ദാക്കിയേക്കും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തൊക്കെ നടപടികളായിരിക്കും എന്നുള്ളത് നമുക്കറിയാനും സാധിക്കുന്നില്ല. താങ്കളുടെ പ്രതികരണവും ഒപ്പം താങ്കൾക്ക് അറിയുന്ന വിവരങ്ങളും. തീർച്ചയായും നമ്മളൊക്കെ ശുഭപ്രതീക്ഷയിലാണ്. പലപ്പോഴും ഇത്തരമൊരു നീക്കങ്ങൾ നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല എന്ന് താങ്കൾക്കും അറിയാം. പക്ഷെ എങ്കിൽ പോലും ഇതിന്റെ വളരെ തുടക്കത്തിൽ നമുക്കറിയാം, സർക്കാരുകൾ സമ്പൂർണമായി പരാജയപ്പെട്ട നയതന്ത്ര ഇടപെടലുകൾ സാധ്യമല്ലാത്തൊരിടത്താണ് ബഹുമാന്യനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നീക്കങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ സൂഫി സൗഹൃദം ഹബീബ് ഉമർ കൂടി ഇടപെട്ട് കൊണ്ട് നടത്തിയ ചില നീക്കങ്ങൾ നമുക്ക് അതിൽ അഭിമാനകരമായിട്ടുള്ളത് ഈ പറയുന്ന വിദ്വേഷത്തിന്റെ ഒരു കാലത്ത് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി കാന്തപുരം എ പി ഉസ്താദിനെ പോലുള്ള ഇടപെടുന്നു. വളരെ അതിനെതിരെ അദ്ദേഹത്തിന്റെ ഇടപെടൽ ആശങ്ക പ്രകടിപ്പിച്ച ആളുകളുണ്ട്, അതിൽ സംശയം പ്രകടിപ്പിച്ച ആളുകളുണ്ട്, അത് വിജയിക്കില്ല എന്ന് നിരന്തരം പ്രചരിപ്പിച്ച ആളുകളുണ്ട്. പക്ഷെ അത് വിജയത്തോട് അടുക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന്റെ ആധികാരികമായ പ്രതികരിക്കേണ്ട ആൾ ഞാനല്ലാത്തത് കൊണ്ട് തന്നെ അത്ര അവകാശവാദങ്ങളിലേക്ക് വ്യക്തിപരമായി ഞാൻ വരുന്നില്ല. പക്ഷെ ശരിയായ ദിശയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കാവുന്ന ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചന. അത് ഒരു വലിയ വിദ്വേഷത്തിനെതിരെ കേരളത്തിന്റെ വിദ്വേഷ പ്രചരണങ്ങളൊക്കെ പിറകോട്ട് വലിക്കുന്ന, ഈ വിദ്വേഷം പരാജയപ്പെടുകയും സ്നേഹം വിജയിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. തീർച്ചയായും ഇത് സർക്കാരുകൾ പരാജയപ്പെടുന്നത് അന്നത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു യുദ്ധം തന്നെ അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം അത് എത്രത്തോളം നല്ലതാണ്, ആരോഗ്യകരമാണ് എന്നുള്ളതാണ്. ചർച്ചകൾ നടക്കുന്നുണ്ട്. കാന്തപുരത്തിന്റെ ഇടപെടൽ പ്രശംസനീയമാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ ഇത്രയും എത്തിയത് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അപ്പൊ അക്കാര്യത്തിൽ നടക്കുന്ന ആ ഒരു ഫൈറ്റ് അത് ഇനിയെങ്കിലും ഒഴിവാക്കേണ്ടതല്ലേ? തീർച്ചയായും. ഇപ്പോൾ നമുക്ക് ഒരു നാടൻ പ്രയോഗമുണ്ടല്ലോ, ആങ്ങള ചത്താലും കുഴപ്പമില്ല, നാത്തുവിന്റെ കണ്ണിനീര് കാണണമെന്ന് പറയുന്നത് പോലെ നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്ന് ഒഴിവായില്ലെങ്കിലും കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ വിജയകരമായ പരിസമാപ്തിയിലേക്ക് നടക്കരുത് എന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് നിമിഷപ്രിയ എന്ന് പറയുന്ന മലയാളി യുവതി മോചിപ്പിക്കപ്പെടുന്നു എന്നും മാത്രമല്ല, അത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ പോലൊരു മുസ്ലിം മതപണ്ഡിതന്റെ നേതൃത്വത്തിൽ അത് നിമിഷപ്രിയ എന്ന് പറയുന്ന അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി ഇടപെടൽ നടക്കുന്നു എന്ന് പറയുന്നത് വിദ്വേഷം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് വളരെ ശുഭ സൂചനയുള്ള ഒരു വലിയ മെസ്സേജ് മുന്നോട്ട് വെക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇതില് കേന്ദ്രത്തിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സർക്കാർ തലത്തിൽ ഇല്ലെങ്കിൽ അത്തരത്തിൽ ഔദ്യോഗികമായിട്ട് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കേന്ദ്രം നേരത്തെ തന്നെ ഈ കാന്തപുരത്തിന്റെ കേസൊക്കെ ഇല്ലെങ്കിൽ ആ ഇടപെടലൊക്കെ വന്ന സമയത്ത് തന്നെ ഇതിൽ എങ്ങനെയാണ് ഇപ്പൊ കോടതിയിൽ തന്നെ വിഷയം പരിഗണിച്ചപ്പോൾ എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ പ്രതികരണം ഉണ്ടായതെന്നൊക്കെ നമ്മൾ കണ്ടതുമാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ അങ്ങനെയൊരു സഹകരണ രീതി കേന്ദ്രം തുടരുന്നില്ല എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട് വിഷയത്തിൽ? അല്ല, കേന്ദ്രം വളരെ തുടക്കത്തിൽ ഈ കേസ് വന്ന സമയത്ത് കേന്ദ്രത്തിന്റെ ബന്ധപ്പെട്ട സർക്കാർ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പറഞ്ഞൊരു കാര്യം, ഇവിടെ സർക്കാരിന് കാര്യമായി ഒന്നും ചെയ്യാനില്ല. ഹബീബ് ഉമർ എന്ന് പറയുന്ന പേര് അവിടെ പറഞ്ഞിട്ടില്ല, ഒരു സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് ഔദ്യോഗികമായി ഇന്ത്യയിലെ ഉന്നത നീതിപീഠത്തെ അറിയിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകൻ തന്നെയാണ്. അവിടെ വളരെ കൃത്യമായി ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ വേണമെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം സർക്കാരിന് റോളില്ല എന്ന് സർക്കാരിനൊന്നും ചെയ്യാൻ പരിമിതികളുണ്ട്, അങ്ങനെയാണ് കോടതിയെ. അതെ, സർക്കാരിന്റെ പരിമിതി ഇത്തരമൊരു കാര്യത്തിൽ ആദ്യമായി അങ്ങനെ സർക്കാർ തുറന്നു സമ്മതിക്കുന്ന ഒരു സന്ദർഭമാണ്. എന്ന് മാത്രമല്ല, ഒരു സൂഫി പണ്ഡിതൻ ഇതിനുവേണ്ടി ഇടപെടുന്നു എന്ന് സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടത്തിന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ ഹബീബ് ഉമറിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഹബീബ് ഉമറുമായി അത്തരം ഒരു സൂഫി പണ്ഡിതനുമായി ചർച്ച നടത്താൻ സാധിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണെന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ കേരളത്തിൽ വന്നപ്പോൾ പോയി കണ്ട് സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഇന്ന് ഇത്തരം ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെയൊക്കെ ഒരു ശ്രദ്ധയുടെ കേന്ദ്രസ്ഥാനമായ അദ്ദേഹത്തിന് ഈ കാന്തപുരം ഉസ്താദുമായും അദ്ദേഹത്തിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധത്തിന്റെ ഒരു തീവ്രത അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഞാനത് പറയുന്നത്. അതാണ് നമുക്ക് ഇവിടെ കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് പോലും
അത്തരത്തിലൊരു ഒരു ശ്രമമോ ഇല്ലെങ്കിൽ അല്ല, ആ അത് രീതിയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം പരാജയപ്പെടുന്നിടത്ത് രണ്ട് സൂഫി പണ്ഡിതന്മാർ തമ്മിലുള്ള ഹൃദയബന്ധം വിജയിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ഒറ്റ വാചകത്തിൽ വിശേഷിപ്പിക്കാം. നന്ദി ശ്രീ അനൂപ് വി ആർ പ്രതികരിച്ചതിന്.